ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഉള്ളിയൊന്നും അരിഞ്ഞ് സമയം കളയാതെ ഉള്ളിയും തക്കാളിയും ഒന്നും അരിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കൊരു 1 pot ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനും സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാരിനേഷൻ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു മാരിനേഷൻ കൊടുക്കുമ്പോൾ ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ഞാനിത് ഒരു തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവോള. ഇതൊന്നും ഇങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാൻ ഒരു 5 എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിന. എരിവിൻ്റെ പച്ചമുളകിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്കായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തൈര് ഇട്ട് കൊടുക്കണം. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഞാനിപ്പോൾ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ നരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടാവും. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക, അതുപോലെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവോള ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആകെ നമുക്ക് ഈ ഒരു സവോള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ആണെങ്കിലും 1 കിലോ ചിക്കൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു സവോള തന്നെ മതി. നമ്മൾ സവോള ഒന്ന് ഈ ഓയിലൊന്ന് വഴറ്റിയിട്ട് ഇടുമ്പം ആ ഒരു ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചിക്കൻ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒന്ന് വാർന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും. ഇനി ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കാതെ വെക്കുക. ഒരു സൈഡൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അടച്ചു വെക്കൊന്നും വേണ്ട, ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യും. ഇപ്പോൾ അത് 2 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഉള്ളൊന്നും ഒരുപാട് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കിടന്ന് വെന്തോളും. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു മിക്സിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊന്ന് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും, ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരും. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ടൊന്നുമില്ല, തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് ജീരകശാല അരി കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വെക്കാറ്. അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൽ ഓൾറെഡി കുറച്ച് ഗ്രേവി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അരിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഓയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളത് ഓയിലിലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളച്ച് അരിയും വെള്ളമൊക്കെ ഒരേ ലെവലായി വരുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഞാൻ അരിയും വെള്ളം ഒരേ ലെവലിലായപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. ഒന്നും കൂടെ ഒന്ന് വറ്റി വരാനായിട്ട്, അതുപോലെ ആ ഒരു അരിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാടിട്ട് ഇളക്കരുത്, അരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഇടയ്ക്ക് എടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഓരോ അരിമണിക്കും നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. ആ ചിക്കൻ്റെ സ്റ്റോക്കിലും പിന്നെ ആ മസാലയൊക്കെ കിടന്നിട്ട് വെന്തിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. കടല നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് അതോടെ കിടന്നതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് വിളമ്പിയെടുത്താൽ മതി. അപ്പോൾ റൈസൊക്കെ വിട്ട് വരും. അതൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിനി ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.